അല്ല മാഷേ, ഒരു നിലയിലൊക്കെ ആയി നമ്മൾ 10 പേരൊക്കെ അറിയുന്ന ഒരു തലത്തിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ താങ്കളോടുള്ള സുഹൃത്തുക്കളുടെയൊക്കെ കാഴ്ചപ്പാടിൽ എങ്ങനെയുണ്ട്? സുഹൃത്തുക്കളുടെയൊക്കെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ്. നമ്മളെ ബന്ധുക്കളുടെയും. അതെ അതെ അല്ല ഏട്ടാ, അത് കറക്റ്റ് എന്താണെന്നറിയോ, നമ്മുടെ ജോലിയിലെ മാറ്റമുള്ളൂ അല്ലേ, നമുക്കൊരു മാറ്റമില്ല, നമ്മൾ പഴയ ആൾ തന്നെ. പക്ഷേ ഈ ചിലവരിൽ ആ മാറ്റം ശരിക്കും പറഞ്ഞ ഇതായിട്ടുണ്ട്. ചിലവരൊക്കെ ഗ്യാപ്പിട്ടൊക്കെ സംസാരിക്കുക, എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വിളിച്ചിട്ട് ഡാ നീ എന്താ അവിടെ നിൽക്കണേ എന്നും പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ ആ അല്ല നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് കാര്യങ്ങൾ എന്തിനാന്ന് ഇതുവരെ അല്ലടാ നീ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പോലും ഞാൻ വളരെ ഫ്രീ ആയിട്ട് എന്താ പരിപാടി ഇപ്പോൾ കുറേ നാളെല്ലാം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ അവർ വന്നിട്ട് അല്ലല്ലേ ഞാൻ വിചാരിച്ചു നീയൊക്കെ വലിയ ജാടായിട്ടുണ്ടാവും. അങ്ങനെ പറയാം. സിനിമാക്കാരും എന്തിട്ട് ജാടാ, എന്ത് കാണിക്കാനത്? കാരണം അല്ല തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മളെ ജാട കാണിച്ചിട്ട് വല്ല കാര്യമുണ്ട്? നമ്മുടെയൊക്കെ ജന്മം എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളുടെ ജന്മം. ഏത് സമയത്താണ് ഇത് കൈവിട്ട് പോവാന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയത്തിനുള്ള മസ്തി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അതിൽ അത് ആ ഒരു ചിന്ത എപ്പോഴും വളർച്ചയിൽ ഒരുപാട് ഗുണം ചെയ്യും. ഞങ്ങളുടെ ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം, എല്ലാവരുടെ മനസ്സിൽ വേണം. പലപ്പോഴും അത് ഇല്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇനി നമ്മൾ ചെന്ന് പണ്ട് നമ്മൾ കമ്പനി ആയിരുന്നു, ഇനി ഇപ്പം പുള്ളി ഓർക്കണമെന്നില്ല. ആവശ്യമില്ല. ആരെങ്കിലും ഇങ്ങോട്ട് ചാട കാണിച്ചിട്ടുണ്ടോ? അല്ല അത് എനിക്കറിയാൻ പാടില്ല. അത് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവും എന്നറിയാം. ചിലവരിൽ ഉണ്ടാവും ചില സംഭവങ്ങളൊക്കെ, അത് നമുക്കറിയില്ല. നമ്മളോട് ചിലപ്പോൾ അതൊന്നും കാണിക്കില്ലായിരിക്കും. ചിലവർ നമ്മളോടൊന്നും പറയും മറ്റോ ഭയങ്കര ചാടയാണല്ലോ, അങ്ങനെ ശരിയാണോ? എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല, നമ്മളോട് ചാട ഇതുവരെ കാണിച്ചിട്ടില്ല എന്നൊന്നും പറയും. അപ്പോൾ എന്തായാലും ഞാൻ പ്രായമായിട്ടങ്ങ് പറയട്ടെ, എൻ്റെ കടയിൽ വന്നിട്ട് എനിക്ക് വളരെ അടുത്ത ഏതോ എൻ്റെ സ്വന്തം ഒരു അനിയനോ ആരോ സംസാരിക്കുന്ന ഒരു ഫീലാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ വിലയിരുത്താൻ പറ്റുമല്ലോ. അല്ല നമുക്കത് തന്നെ കേട്ടോ, ഞാൻ അന്നത്തെ ചേട്ടൻ്റെ പരിചയം വെച്ചല്ലേ ഞാനും വന്നത്. അതെ പക്ഷെ മറ്റേത് പറയണ്ടായിരുന്നു. ചേട്ടൻ ഫീൽ ആയല്ലേ? അല്ല അങ്ങനെ കൊള്ളാം. അല്ല ഏട്ടാ വേറെ ഒന്നുമല്ല, ഞാനിത് ഓർക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പണ്ട് ബാലെ കളിച്ചിട്ട് പ്രോഗ്രാം പൊളിഞ്ഞിട്ട് ഞാനത് പറയണ്ട, ഓടിയതിന്റെ പേരിൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ബസ് കാശ് തന്നത് ഞാൻ. ഞാൻ കമ്മിറ്റിക്കാരും പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, തൃപ്പൂണിത്തുറക്കാർ യഥാർത്ഥ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അവരങ്ങനെ ആർട്ടിസ്റ്റുകളെ ദ്രോഹിക്കൊന്നുമില്ല. ദ്രോഹിച്ചതെന്ന് പറഞ്ഞാൽ അതല്ല, ദ്രോഹിക്കില്ലെന്ന് പറയല്ലോ. ഞാൻ ഓടിയിട്ടാണ് അടിയിട്ടാഞ്ഞത്. സാറ് ഓടാൻ വേണ്ടി വണ്ടിക്കൂലി കൊടുത്തല്ലോ, സാറ് പരിപാടി സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഓടിയിട്ടുണ്ടോ? അയ്യോ സാറേ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല ഇതുവരെ. ഇല്ല അല്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതിപ്പോ ഞാൻ നയിക്കുന്ന ഒരു ട്രൂപ്പ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലത്തെ അടി കിട്ടിയാണ്. പക്ഷെ നസീർക്കയുടെ ഒരു ബാനർ ഉള്ളതിന്റെ പേരിൽ, പുള്ളിയുടെ പ്രോഗ്രാം ഒക്കെ ഉള്ളതിന്റെ പേരിൽ ഓടേണ്ട വന്നിട്ടില്ല. ഞാൻ പണ്ട് കുറച്ച് നസീർക്കയുടെ ട്രൂപ്പിൽ കളിക്കാന്ന് പറയുന്നത് സ്റ്റാർസിന്റെ വോയിസ് ഒന്നും ഇമിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എല്ലാം ചെയ്യാനായിട്ട് നസീർ ഒരാൾ മതിയല്ലോ. എന്നാലും പുള്ളി ഒന്ന് രണ്ട് സംഭവങ്ങൾ ചെയ്യാനുള്ള സ്റ്റാറുകളൊക്കെ ചെയ്യാൻ പിന്നെ ഒന്ന് രണ്ട് സിനിമാ താരങ്ങളെ കേൾക്കാനൊരു കൊതി. നമ്മള് ദുഃഖ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്, എല്ലാം രഹസ്യമായിട്ട് പറയുന്ന ശാരദ അല്ല, ഇത് ആണാണ്. ചേട്ടാ അത് ഇരിക്കണോ, ഇവിടെ ഇരിക്കണോ? എനിക്ക് ദുഃഖ കഥാപാത്രം ആരാണെന്ന് അറിഞ്ഞാൽ എന്നാലും അത് ആരാണ് രഹസ്യമായിട്ട് സംസാരിക്കുന്ന പക്ഷേ ബാബു നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന രീതി നോക്കാം. എൻ്റെ കുട്ടിയായതുകൊണ്ട് പറയുകയല്ല, അതിബുദ്ധിയായിരുന്നു ആ കുട്ടിക്ക്. പഠിപ്പിച്ച് വലിയ ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അയച്ചു എന്ന് മാത്രം. ഇളയതിനൊന്നും വിധിച്ചിട്ടില്ല. ആരാന്ന് മനസ്സിലായി. ഒരു നാട്ടുകാരനെ അതേ നാട്ടുകാരൻ തന്നെ അനുകരിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ടല്ലോ സാറേ. ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ഒരു അനുകരണമാണ് MS തൃപ്പൂണിത്തുറ ചേട്ടൻ്റെ ശബ്ദം. ഇവർ തമ്മിൽ അതേ സൗണ്ടിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സൗണ്ടിൽ. സുകുമാരവിലാസനിൽ വരണമെന്ന് പണ്ടേ വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ സുകുമാരൻ ഉണ്ടാക്കേണ്ട ബോണ്ട തിന്നേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വരാത്തതാ. അതിനും കൈ ഇതിനും കൈ പുള്ളിനെ പറഞ്ഞോണ്ടായിരിക്കും കൂടുതൽ ഇഷ്ടത്തിലാന്നു. ഓ കൊള്ളാം കൊള്ളാം. മോളെ വല്ലതും കെട്ടിച്ചു കൊടുക്കാറുന്നില്ല. ഇതിനാ എന്റെ മോളുടെ വഴിയാതരാവ ഇതിനല്ല കല്യാണം കഴിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, മൂന്നാറില് വസ്തുവല്ലോ ഉണ്ടോ?
എനിക്കോ ആ. മൂന്നാറില് ഒരു വസ്തുവില്ല കേട്ടാ, ഒന്നുമില്ല. ഉള്ള വസ്തുവൊക്കെ ബാങ്കിലാ. അത് മറ്റേ സംഭവം ഇളക്കാനാണ്, അനധികൃതമാണോ എന്ന് അറിയാനാണ് ചോദിച്ചത്. മൂന്നാർ പ്രശ്നവും രാഷ്ട്രീയക്കാർ ചൂടി നടക്കുമല്ലോ. മൂന്നാറിലെ സ്ഥലം ഉണ്ടോ കൊടുക്കാനായിട്ടായിരിക്കും. എവിടെ സ്വന്തമായിട്ട് നാട്ടിൽ ഒരു സെന്റില്ല കയറി കിടക്കാൻ. കാരണം നമ്മളെല്ലാം ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നത്, രാഷ്ട്രീയക്കാർ എപ്പോഴും ഓരോ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. അമേരിക്കയിലെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അമേരിക്കയിൽ എന്ത് സംഭവിച്ചു, എന്തൊട്ട് തേങ്ങ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം അയലത്ത് എന്ത് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. എന്താ സംഭവിച്ചെന്ന് അറിയാൻ പാടില്ല. അല്ല എന്തുകൊണ്ടാണ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടാണല്ലോ അമേരിക്കയിലേക്ക് തിരിക്കുന്നത്. അതുകൊണ്ട് അത് ആഗോളപരമായിട്ട് ചിന്തിക്കുകയാണ്. തിരക്കണ്ട പോയിട്ട് അല്ലല്ല, ഒന്നുമില്ല. ഇല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് വരാം, ഇവിടെ തന്നെ കാണും. ഉണ്ടാവുമല്ലോ ഇവിടെ. ഏതൊക്കെ ദിവസങ്ങളിലെ ഇവിടെ തന്നെ ഞാനതല്ല ഈ പുതിയ സാധനം ഒന്നും ഉണ്ടാക്കി വെക്കാത്തത്. നിങ്ങൾക്ക് ജനങ്ങളെ കാണണമല്ലോ. ഞാൻ ഇനി വരുമ്പോ വിളിച്ചിട്ട് വരാം. അതെ, ഞാൻ പുതിയത് പോണ്ട ഇതൊന്നും അല്ല കേട്ടാ. അല്ല വിളിച്ചിട്ട് വരാന്ന് ഉദ്ദേശിച്ചതേ. ആ, അപ്പൊ അതനുസരിച്ച് ശത്രുക്കൾ ഇല്ലാതിരിക്കുമ്പോ വരാല്ലേ. പ്രകടനം നടക്കുമ്പോ ഇവിടെ വരും, ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ. പിന്നെ മക്കളൊക്കെ ആയി. മക്കളില്ലേട്ടാ, ഒരു മകനായിട്ടുള്ളൂ. മകനായി, അവൻ രക്ഷപ്പെട്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ല ഇനി. ഉത്തരവാദിത്തം കൂടി. അങ്ങനെ മോളാണെങ്കിലല്ലേ ഉത്തരവാദിത്വം. മോളായിരുന്നെങ്കിൽ എങ്ങനെ ഉത്തരവാദിത്തം? മോളാണെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം കുറഞ്ഞു. മോളാണെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞ ചേട്ടാ, അതൊക്കെ ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും ആ. ഏതെങ്കിലും ജയന്റെ വിവാഹം കല്യാണം ഞാൻ പ്രേമിച്ചല്ലേ കെട്ടിയ പെൺകുട്ടി ഇപ്പം എൻ്റെ മോള് വന്നിട്ട് പറയാണ്, അച്ഛാ എനിക്ക് ഇങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ട്, എനിക്ക് കല്യാണം കഴിച്ച കൊള്ളാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നടത്തി കൊടുക്കും. ഞാൻ എതിർക്കും. അങ്ങനെ ചെയ്യരുത്, ആ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ നിന്ന് ആ കല്യാണം നടത്തി കൊടുക്കണം. അതല്ല സാർ അതിന്റെ ഒരു നിയമം. ഇല്ല ചേട്ടാ, അത് അല്ലാതെ എതിർക്കാൻ ജയന് അവകാശമില്ല. എന്താ കാര്യം താങ്കൾ പ്രേമിച്ചല്ലേ വിവാഹം ചെയ്തത്. അതുകൊണ്ട് അവരുടെ വീട്ടുകാർ ആ മകളെ നിങ്ങൾക്ക് തന്നില്ലേ. അതുകൊണ്ട് എന്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് എതിർക്കണോണ്ടോ എന്താ കുഴപ്പം? പാടില്ല. അതേപോലെ ഒരു വലിയ കലാകാരൻ അവരെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കണം. അതാണ് വേണ്ടത്. ഇല്ലില്ല, അങ്ങനെ പറ്റില്ല ചേട്ടാ. കാരണം നിങ്ങൾ എതിർക്കേണ്ട കാര്യം എന്താണ്? അല്ല, എതിർത്താൽ മാത്രമേ അവള് ഇറങ്ങി പോവുള്ളൂ, ഒളിച്ചോടി പോവുള്ളൂ അല്ലേ? അങ്ങനെ ഇറങ്ങിപ്പോയാൽ മാത്രമേ നമുക്ക് സ്ത്രീധന കാശ് ലാഭിക്കാൻ പറ്റുള്ളൂ. അതെ, ഉത്തരവാദിത്വം ഇല്ലെന്ന് പറഞ്ഞു. ഇതില്ലാന്ന് പറയണത്. അപ്പൊ മോശം ഉത്തരവാദിത്വം അല്ല, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പറയാനും ചെയ്യാലോ, എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് മാത്രം എന്ന് പറഞ്ഞു. പറഞ്ഞൊരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇത്രയും പൈസ ലാഭമായി. നേരെ മറിച്ച് ആണാണെങ്കിൽ ഉത്തരവാദിത്തം കൂടി. അവൻ പ്രായപൂർത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവകാശങ്ങളൊക്കെ അവന്റെ പേർക്ക് എഴുതി വെച്ച് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കത്തിയെടുത്ത് കാണിക്കും, എന്റെ പേർക്ക് എഴുത്താ എന്ന് പറഞ്ഞിട്ട്. ഉത്തരവാദിത്വം ഇല്ല. നല്ലൊരു കൺസെപ്റ്റാണ്. അതെ അതെ. പിന്നെ ചേട്ടന്റെ കുട്ടികളൊക്കെ എനിക്ക് കുട്ടികളൊന്നുമില്ല, ഞാൻ അവിവാഹിതനാണ്. അവിവാഹിതനായ വിവാഹിതനല്ല. അല്ല, എന്തിനാ ഈ പറഞ്ഞ കണക്കുള്ള ഉത്തരവാദിത്വം അനുത്തരവാദിത്വം ഒക്കെ നമ്മളെ എടുക്കുന്നത്? നമുക്ക് ഇതാകുമ്പോൾ സ്വസ്ഥം ഗ്രഹഭരണം, കട അടച്ചിട്ട് ഇതിനെ കിടന്നുറങ്ങാം, അപ്പുറത്ത് കിടന്നുറങ്ങാം. വേണമെങ്കിൽ വീട്ടിൽ ഇപ്പം ആരും ചോദിക്കില്ല ഇന്നലെ അവിടെ പോയിരുന്നേന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് താമസിച്ചു. വിശപ്പുണ്ട്, ഒന്നുമില്ലല്ലോ കഴിക്കാനായി. ഞാൻ വേറെ വട എടുത്ത് വട നല്ല വടയാണ്. വട നല്ല നല്ലത് നല്ല. അവർ ഏത്തക്ക എടുത്തു. പിന്നെ വേറെ എന്താ? പിന്നെ മോന്റെ പേര് പറഞ്ഞില്ല. മോന്റെ പേര് അദ്വൈത്. അദ്വൈത് 1 വയസ്സും 3 മാസവും.